ഏകാദശി ദിനത്തിൽ ധന്വന്തരിയെ കാണാൻ ഗുരുവായൂരിൽ നിന്നും കൃഷ്ണനെത്തി. തനിക്ക് ജീവിതം തിരിച്ചു നൽകിയ ധന്വന്തരി ഭഗവാനെ നേരിട്ട് കാണാനാണ് ഗുരുവായൂർ സ്വദേശിയായ പ്രതീക്ഷ കൃഷ്ണ എത്തിയത്. മൂന്ന് വർഷം മുമ്പുണ്ടായ ഒരു ബൈക്ക് അപകടത്തിൽ പ്രതീക്ഷ കൃഷ്ണയ്ക്ക് തലയ്ക്ക് സാരമായി പരിക്കേറ്റിരുന്നു. ഓർമ്മ നഷ്ടപ്പെട്ട പ്രതീക്ഷ ആദ്യം എറണാകുളം അമൃത ആശുപത്രിയിലും ഇപ്പോൾ ബംഗളൂരുവിലുള്ള ശ്രീ സത്യസായി ആശുപത്രിയിലുമാണ് ചികിത്സ നടത്തുന്നത്. ആദ്യം ആശുപത്രിക്കാർ കൈയൊഴിഞ്ഞപ്പോൾ പ്രതീക്ഷയുടെ ജീവൻ ഭഗവാനിൽ അർപ്പിക്കുകയായിരുന്നു. 2023 മുതൽ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഏകാദശി, ശ്രീകൃഷ്ണ ജയന്തി ഉൾപ്പെടെയുള്ള വിശേഷ ദിവസങ്ങളിൽ പ്രതീക്ഷ ശ്രീകൃഷ്ണ വേഷത്തിൽ എത്താറുണ്ട്. ഇക്കൊല്ലം ആദ്യമായാണ് ധന്വന്തരി ക്ഷേത്രത്തിൽ എത്തുന്നത്. ധന്വന്തരി ഭഗവാൻ എന്റെയും കുടുംബത്തിന്റെയും പ്രാർത്ഥന കേട്ടതുകൊണ്ടാണ് താനിന്ന് ജീവനോടെ ഇരിക്കുന്നതെന്ന് പ്രതീക്ഷ പറഞ്ഞു. കൃഷ്ണവേഷ സമർപ്പണം ഇവിടേക്ക് വരണമെന്ന് പറഞ്ഞു ഭഗവാനെ തൊഴാൻ. അപ്പോൾ 11 മണി വരെ അവിടെ തന്നെ ഗുരുവായൂർ തന്നെ നിന്നപ്പോൾ തലവേദന അങ്ങനെ കുറേ അസ്വസ്ഥതകൾ വന്നു. അപ്പോൾ ഇങ്ങോട്ട് വേഗം വന്നു. അതായത് കൃഷ്ണവേഷം ഭഗവാന് സമർപ്പണമുണ്ട്. കൃഷ്ണ ജയന്തി, ഗുരുവായൂർ ഏകാദശി, വൈകുണ്ഠ ഏകാദശി, അങ്ങനെ പ്രത്യേക ദിവസങ്ങളൊക്കെ കൃഷ്ണവേഷം ഭഗവാന് സമർപ്പിക്കാമെന്ന് അപ്പം നേർന്നതാണ്. അതായത് അച്ഛന് പറ്റിയിട്ട് ഇങ്ങനെ രോഗശമനത്തിന് വേണ്ടിയിട്ട് ഭഗവാനെ കൃഷ്ണവേഷം ഭഗവാന് സമർപ്പിക്കാമെന്ന് നേർന്നതാണ്. ഹരേ കൃഷ്ണ. ബംഗളൂരുവിൽ സ്ഥിരതാമസക്കാരിയായ പ്രതീക്ഷ പിതാവ് പ്രദീപ് കുമാറിനോടൊപ്പമാണ് ക്ഷേത്രത്തിലെത്തിയിട്ടുള്ളത്. മാതാവ് അനിതയും സഹോദരൻ കൃഷ്ണയും ബംഗളൂരുവിലാണ്. കഴിയുമെങ്കിൽ എല്ലാ വർഷവും ഏകാദശി ദിനത്തിൽ ക്ഷേത്രത്തിലെത്തണമെന്നതാണ് 24-കാരിയായ പ്രതീക്ഷ കൃഷ്ണയുടെ ആഗ്രഹം.